ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി കുറച്ച് ബന്ധിത്തൈ കൂടി നടാനുണ്ടെന്ന്. അതിവിടെ ക്ലീൻ ആക്കിയിട്ട് വേണം ഇനി നടാനായിട്ട്. കുറച്ചധികം നാളായിട്ട് തന്നെ ഈ ഒരു സൈഡിലോട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അങ്ങനെ ചെടികളുടെ ചുവട്ടിലും എല്ലാത്തിലും നല്ലോണം പുല്ല് പിടിച്ചിട്ടുണ്ട്. പറിക്കാൻ വലിയ കുഴപ്പമില്ലായിരുന്നു. മഴ പെയ്ത് നനഞ്ഞു കിടക്കൊണ്ട് പെട്ടെന്ന് തന്നെ പോരുന്നുണ്ടായി. റോസയൊക്കെ വേനലായപ്പോൾ നല്ലോണം മുരണ്ടിട്ടുണ്ടായി. ഇപ്പം മഴ പെയ്ത് തുടങ്ങിയപ്പോൾ നല്ല ശരിക്ക് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒറ്റക്കല്ല കേട്ടോ, ചേട്ടനും കൂടിയുണ്ട് സഹായിക്കാനായിട്ട്. അങ്ങനത്തെ ആ റോസ എല്ലാം മാറ്റുവാണ്. അതിൻ്റെ ചുവട്ടിലൊക്കെ നല്ലോണം പുല്ലുണ്ട്. അതൊക്കെ പറിച്ച് കൊമ്പൊക്കെ ഒന്ന് വെട്ടിയിട്ട് റെഡിയാക്കി വേണം അവിടെ എടുത്ത് പിന്നെയും വെക്കാനായിട്ട്. ബൊഗെയിൻവില്ലയിലും അതുപോലെ തന്നെ നല്ലോണം പുല്ല് പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറിച്ച് കളയണം. ഞാൻ ഈ വീഡിയോ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ക്ലീനിങ് എനിക്ക് ശരിക്കും ഒരു മെഡിറ്റേഷനാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണിത്. എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് എന്തോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം കിട്ടണം. ഈ ക്ലീൻ ചെയ്ത് തന്നെ അവിടെയൊക്കെ നോക്കി നിൽക്കാൻ തന്നെ വല്ലാത്തൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്യുക, വീടൊക്കെ അടുക്കി പെറുക്കി വെക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതേ ആ റോസ ഞാൻ കുറേ തപ്പിപ്പിടിച്ച് കണ്ടെത്തിയാണ്. ആ കുഞ്ഞു കുഞ്ഞു റോസ ഇവിടെയും ഇല്ല. പണ്ടൊക്കെ വീട്ടിൽ കുറേ ഉണ്ടായി. ഇവിടെ ഞാൻ എങ്ങും നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് അമ്മ കൊണ്ടുവന്ന് തന്നതാണ്. ഈ മുളയുടെ കൊമ്പൊക്കെ വെട്ടാനായിരുന്നു ഭയങ്കര പാട്. അതിലൊരു തരം പൊടിയുള്ളതുകൊണ്ട് നമുക്ക് മേലൊക്കെ ചൊറിയും. എന്നാലും അതൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ദേ ക്ലീനിങ് ചെയ്ത് നേരെ സന്ധ്യയായി. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഭാഗമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.